Hello my dear friends, welcome to Cypra. Junior Scientific Officer cut off എത്രയായിരിക്കും? എല്ലാവരും അപ്ലൈ ചെയ്തല്ലോ അല്ലേ? ജാനുവരി 1 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യുക. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, MLT, MSc പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇക്വലൻസി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നേരത്തെ മെഡിക്കൽ ബയോകെമിസ്ട്രി അതുപോലെ തന്നെ അപ്ലൈഡ് മൈക്രോബയോളജി പഠിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും എഡ്ജിൽ നിൽക്കുന്ന ആൾക്കാർ മെഡിക്കൽ മൈക്രോബയോളജിയൊക്കെ പോലെയുള്ളവരും അപ്ലൈ ചെയ്യുക. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും കട്ട് ഓഫ്? നമ്മുടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്നത് ഒരു MSc ലെവൽ എക്സാമിനേഷനാണ്. അപ്പോൾ കേരള PSC റീസെൻ്റായിട്ട് നടത്തി വരുന്ന MSc ലെവൽ എക്സാമിനേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും. അതായത് നമുക്ക് പറയാം നന്നായിട്ട് പഠിച്ചവർക്കൊരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം പൊതുവേ കുറച്ച് ടഫായിട്ടുള്ള എക്സാമിനേഷൻ അതായിരിക്കും MSc ലെവൽ വരുന്നത്. നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വരുന്നതെല്ലാം എന്താ ഒരു ഈസി മോഡ്, നല്ല ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ഈസി ആണോ അതോ ടഫ് ആയിരിക്കുമോ അതനുസരിച്ചായിരിക്കും കട്ട് ഓഫിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള MSc ലെവൽ എക്സാമിനേഷനൊക്കെ തന്നെ ഒരു 45-50 ആ ഒരു റേഞ്ചാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ലെവലായിരിക്കും വരാനുള്ള ഒരു സാധ്യത. ഒരു 47, 48, 49, 50 മാർക്ക് എബവ്. ഇനി എക്സാം ഈസി ആണെങ്കിൽ നമുക്കൊരു 60 ഒക്കെ വരും കട്ട് ഓഫ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന മൈക്രോബയോളജിസ്റ്റിൻ്റെയൊക്കെ കട്ട് ഓഫ് വന്നത് 60.67 ആയിരുന്നു. ആ എക്സാമിനേഷൻ നല്ല ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എത്രത്തോളം ആൾക്കാരെ അവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം? അപ്പോൾ നമുക്കൊരു 10 പേരുടെ ആണ് വേക്കൻസി വരുന്നതെങ്കിൽ അവരതിൻ്റെ 3 ഇരട്ടിയായിരിക്കും മെയിൻ ലിസ്റ്റിൽ വരുന്നത്. പിന്നെ സപ്ലിമെൻ്ററി വേറെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വേക്കൻസി വരുന്നത് 6 ആണ്, ചിലപ്പോൾ അതിലും കൂടും അല്ലേ? 10 വർഷം മുമ്പായിരുന്നു വിളിച്ചത്. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഇപ്പോൾ 6 അതിൻ്റെ ഇരട്ടി ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു എത്ര പേരൊക്കെ ആയിരിക്കും മെയിൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സാമിനേഷന് ടോപ്പ് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു 70, 75 ഒക്കെ ആയിരിക്കും മാർക്ക് വരുന്നത്, കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് എന്നുള്ള പരിപാടിയും കൂടി ഉണ്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ ഒരു 8 മാർക്കോ 6 മാർക്കോ 5 മാർക്കോ ഒക്കെ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. മനസ്സിലായി? ചിലപ്പോൾ 95-ലാവും, ചിലപ്പോൾ 91-ലാവും മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലിംഗ് ഉള്ള പ്രശ്നം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു 60 മാർക്ക് അല്ലേ അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമോളൂ എന്നുള്ളൊരു വിചാരത്തിൽ തന്നെ പഠിക്കണം. നമുക്ക് എപ്പോൾ എന്ത് പഠിച്ചാലും ഒരു 70-75 മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വന്നിട്ട് കാര്യമില്ല. ലിസ്റ്റിൽ വരാനായിട്ട് നമുക്ക് ഈസിയാണ് എക്സാമിനേഷനെങ്കിൽ 50 മാർക്കിൽ മുകളിലാണെങ്കിൽ ലിസ്റ്റിൽ വരും. ഇനി കുറച്ച് ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ 50 മാർക്ക് അല്ലെങ്കിൽ 45, 46 ആ ഒരു റേഞ്ച്, 45 തൊട്ട് 50 വരെയുള്ള റേഞ്ച് ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ. നമുക്ക് ഈസി ആണെങ്കിൽ കട്ട് ഓഫ് ചിലപ്പോൾ ഒരു 55 അല്ലെങ്കിൽ 60 ഒക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആകട്ടെ അല്ലെങ്കിൽ മോഡറേറ്റ് ആവട്ടെ, അതനുസരിച്ച് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നേരത്തെയൊക്കെയുള്ള MSc ലെവൽ എക്സാമിനേഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ക്ലാസ്സസ് ഒന്നുമില്ല, എല്ലാവരും സെൽഫ് സ്റ്റഡിയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ടോപ്പ് സ്കോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ എത്രയാണ്? ഒരു 50 ഒക്കെയാണ് വരുന്നത് ടോപ്പ് സ്കോറിങ് നേരത്തേക്ക്. ഇപ്പോൾ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും മാർക്ക് കുറച്ചും കൂടി കൂടുന്നതുണ്ട്. അപ്പോൾ അത് സെൽഫ് സ്റ്റഡിയും നിങ്ങൾ ഒരു കോച്ചിങ് എടുക്കുന്നതിലും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് അവിടെ. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും കുട്ടികളൊരു 70-75 ഒക്കെ എത്തുന്നുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനൊക്കെ അത്രത്തോളം നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കട്ട് ഓഫ് നോക്കിയിരുന്ന് ആ ഒരു ഇതിൽ ലിസ്റ്റിൽ കയറുന്നതല്ല, നമ്മൾ ടോപ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കയറാൻ പറ്റും അല്ലേ? നല്ല ടോപ്പായിട്ട് പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്ത് മാക്സിമം ടെസ്റ്റ് സീരീസും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാക്സിമം മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിങ് കൂടിപ്പോകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900045 കോൺടാക്റ്റ് ചെയ്താൽ മതി.
ഓക്കെ, നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും സൈപ്രോ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അതുപോലെ MLT ഈ ഏരിയ ഫുള്ളായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ടോപ്പിക്സും കൂടി വരും. നമ്മൾ പ്രീവിയസ് സിലബസ് ആയിരിക്കില്ല. ഓക്കെ, സിലബസ് വരുമ്പോഴത്തേക്കും പ്രീവിയസ് സിലബസിനേക്കാളും ഒക്കെ ഒത്തിരി കൂടുതലുണ്ടാവും. അതിനൊരു റിവിഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. MSc ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.